പ്രസാദിലേക്ക് പോവുകയാണ്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് ലാൻഡ് ചെയ്തതേ ഉള്ളൂ. പക്ഷേ വാർത്തകളിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷത്തിൽ നിന്ന് തന്നെ നമ്മൾ ഹലോ മലയാളം തുടങ്ങാൻ പോവുകയാണ്. ലാലേട്ടൻ, മോഹൻലാൽ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ സ്വാധീനം, നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒരുപാട് കാര്യങ്ങളിൽ നമ്മളെയൊക്കെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരാളാണ് മോഹൻലാൽ. എങ്ങനെയാണ് പ്രസാദ് ഉടുമ്പശ്ശേരി എന്നൊരു വ്യക്തിയെ മോഹൻലാൽ എന്ന നടന വിസ്മയം സ്വാധീനിച്ചിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എന്തൊക്കെയാണ് പറയാനുള്ളത് പ്രസാദ്? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ഇന്ന് പാലക്കാട് കോഴിക്കോട് ജോയിൻ ചെയ്തതേ ഉള്ളൂ. ഇന്നലെ ശ്രീജിത്ത് വിളിക്കുന്ന സമയത്ത് ശ്രീജിത്ത് പറഞ്ഞു ഇന്ന് രാവിലെ ഈ മോഹൻലാലിന്റെ പിറന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ലൈവ് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച സമയത്ത് സത്യത്തിൽ ഈ സമയം ഇത്രയും നേരത്തെ വരണമെന്ന് ആലോചിച്ചിരുന്നതല്ല. പക്ഷേ മോഹൻലാലിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ കിട്ടുന്ന ഒരു അവസരം വെറുതെ കളയണ്ടെന്ന് കരുതി അങ്ങനെ തന്നെ രാവിലെ തന്നെ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഈ മോഹൻലാൽ, സേതുലക്ഷ്മി പറഞ്ഞ പോലെ മോഹൻലാൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും സ്വാധീനിച്ചിട്ടുള്ള അത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു നടനാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോട്. നമ്മൾക്കറിയാം കോഴിക്കോട് എന്ന് പറയുന്നത് തന്നെ മോഹൻലാലിന്റെ വളരെ പ്രധാനപ്പെട്ട സിനിമകൾ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, വെള്ളാനകളുടെ നാട്, അദ്വൈതം, അങ്ങനെ ഒരുപാട്, നാടോടിക്കാറ്റ്, അങ്ങനെ നിരവധി സിനിമകൾ ചിത്രീകരിച്ച് ആ സമയത്തെല്ലാം തന്നെ മോഹൻലാൽ കുടുംബ പ്രേക്ഷകരുടെ വളരെ പ്രിയപ്പെട്ടവനായി മാറിയ ഒരു സ്ഥലം കൂടിയാണ്. അത്തരം സിനിമകൾ ചിത്രീകരിച്ച ഒരു സ്ഥലം കൂടിയാണ് കോഴിക്കോട്. ഇപ്പോൾ നിൽക്കുന്ന ഒരു സ്ഥലത്തിനൂടി പ്രത്യേകതയുണ്ട്. ഈ സിനിമ വെള്ളാനകളുടെ നാടിൽ നമുക്കറിയാം ഒരു വളരെ പ്രധാനപ്പെട്ട എല്ലാവരും എല്ലാ കാലവും പറയുന്ന ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയുന്ന കുതിരവട്ടം പപ്പുവിന്റെ അനശ്വര നടനായ കുതിരവട്ടം പപ്പു അഭിനയിച്ച ഒരു രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് ഈ സ്ഥലത്തു നിന്നാണ്. ഇവിടെ നിന്ന് ഈ ഇറക്കത്തിലൂടെയാണ് നമുക്കറിയാം റോഡ് റോളർ കടന്നു വന്ന് ഇവിടെ വെസ്റ്റ് ഹില്ലിലുള്ള ചുങ്കത്ത് ഈ വീട്ടിലേക്ക് കയറി നിന്ന് ഇടിക്കുന്നത്. ഈ ഒരു ഈ രംഗം എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരുപക്ഷെ അന്ന് ചിത്രീകരിച്ച സിനിമയാണെങ്കിൽ പോലും ഇപ്പോൾ കാണുമ്പോൾ പോലും അത് ആസ്വദിച്ച് ചിരിക്കാനും അതിലെ ഓരോ രംഗങ്ങളും ഓർക്കാനും ആളുകൾക്ക് കഴിയുമെന്നുള്ളതാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു രംഗം അല്ലെങ്കിൽ ഒരു സിനിമ ആളുകളുടെ മനസ്സിലുണ്ട്. കോഴിക്കോട് പോലെയുള്ള സ്ഥലത്ത് നിന്ന് മോഹൻലാലിന് ഒട്ടേറെ സിനിമകൾ പ്രേക്ഷകർക്ക് നൽകിയിട്ടുള്ളതാണ്. ഇപ്പോൾ വെള്ളാനകളുടെ നാട് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, അദ്വൈതം, അതോടൊപ്പം തന്നെ നാടോടിക്കാറ്റ് തുടങ്ങിയ സിനിമകളെല്ലാം എങ്ങനെയാണ് മലയാളികളെ സ്വാധീനിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അത് വലിയ ഹിറ്റുകളായി മാറിയ സിനിമകളാണ്. ഇനി മോഹൻലാലിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നലെ ശ്രീജിത്ത് പറഞ്ഞതിന് ശേഷം സത്യത്തിൽ ആലോചിക്കുകയായിരുന്നു മോഹൻലാലിൻ്റെ ഏത് സിനിമയാണ് ആദ്യം കണ്ടത് എന്നത് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ പലപ്പോഴും അതിന് കഴിഞ്ഞില്ല. കാരണം ഒരുപാട് സിനിമകളാണ് മനസ്സിലേക്ക് കയറി വരുന്നത്. കാരണം ഒരു സിനിമ മാത്രമല്ല, മോഹൻലാലിൻ്റെ ആദ്യം കണ്ട സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഓർമ്മ വരുന്നില്ല. ഒട്ടേറെ സിനിമകൾ സേതുലക്ഷ്മി ചോദിച്ചതുപോലെ നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എ ഓട്ടോ ചിത്രീകരിച്ചത് കോഴിക്കോടാണ്. എ ഓട്ടോയിൽ അന്ന് വലിയ ഹിറ്റായി മാറിയൊരു സിനിമയാണ്. അതോടൊപ്പം തന്നെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, നാടോടിക്കാറ്റ്, ആ സമയത്തുണ്ടായിരുന്ന ഇപ്പം മോഹൻലാൽ, നമ്മുടെ സാമൂഹ്യ സാഹചര്യം എന്ന് പറയുന്നത് അത് തൊഴിലില്ലാത്ത ആളുകൾ അവരുടെ ജീവിതവും അവർ തൊഴിലിന് വേണ്ടി നടക്കുന്നതും അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങളെ പറഞ്ഞുകൊണ്ട് അത് ആദ്യം ചിരിപ്പിച്ചും പിന്നീട് കരയിപ്പിച്ചും ചിന്തിപ്പിച്ചും എല്ലാം തന്നെ കടന്നു പോകുന്ന മോഹൻലാൽ സിനിമകളാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ആളുകളെ തീർച്ചയായും പ്രസാദ്, ഇന്നലെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഇന്നിപ്പോ രാവിലെ തന്നെ നമുക്ക് മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടേഴ്സിനെ ഒക്കെ വിളിച്ച് നമ്മുടെ ഈ എല്ലാവരോടും വിളിച്ചിട്ട് ലാലേട്ടന്റെ അനുഭവമൊക്കെ ചോദിക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ ആദ്യം നമ്മുടെ സനീഷേട്ടൻ പറയുന്നുണ്ടായിരുന്നു, അന്നത്തെ കാലത്തൊക്കെ മോഹൻലാൽ ചെയ്തു വെച്ച തൊഴിലില്ലായ്മയൊക്കെ രൂക്ഷമായിരുന്ന ഒരു കാലത്ത് ഈ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഇത്രമേൽ കണക്ട് ചെയ്യപ്പെടുന്ന വേഷങ്ങളൊക്കെ ചെയ്ത മോഹൻലാൽ അല്ലാതെ മറ്റാരും ഇല്ല എന്നൊക്കെ സനീഷേട്ടൻ ഇവിടുത്തെ ഏറ്റവും വലിയൊരു മോഹൻലാൽ ഫാനാണ്. പറഞ്ഞിരുന്നു സനീഷേട്ടനോട് രാവിലെ വരാം. പക്ഷേ സനീഷേട്ടൻ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഒഴിഞ്ഞു മാറിയതാണ്. പക്ഷേ മാത്രമല്ല RDX വളരെ വിശദമായിട്ട് പറയുമെന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു.